അപ്പോൾ റെയിൽവേ വരയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ അത് ഒരുപാട് വലിയ ഏരിയയിൽ വരക്കുന്നുണ്ടല്ലോ. 1800 സ്പോൺസർ ഇല്ലാണ്ട് നടക്കൂലല്ലോ. സ്പോൺസർ ഉണ്ട്. എനിക്ക് മെഡിമിക്സ് ആണ്, മെഡിമിക്സ് സോപ്പ്, ആയുർവേദ സോപ്പ് ഉണ്ടല്ലോ, ശരി, അവരാണ് എനിക്കതിന് സ്പോൺസറായി വന്നിട്ടുള്ളത്. അതും എൻ്റെ ഒരു ഭാഗ്യം, ഒരു നിയോഗം എന്ന് പറയാം. കാരണം ഒരുപാട് വലിയ വലിയ ആൾക്കാരുള്ള ഈ ലോകത്ത് എന്നെ അതിലേക്ക് നിയോഗിക്കപ്പെട്ടത് ദൈവാനുഗ്രഹത്തിൽ. ഒരു പക്ഷേ ഈ ചെയ്യുന്ന കുഞ്ഞു കുഞ്ഞു കർമ്മങ്ങളായിരിക്കും എന്ന് വിചാരിക്കുന്നു ഞാൻ. 2 കാര്യം ആദ്യം വരിക. 1 വടക്കൻ പാട്ട്, 2 കളരി. അത് മാറിയും മറിഞ്ഞും വന്നേക്കാം. അപ്പോൾ ഇത് രണ്ടും തന്നെയാണ് എൻ്റെ മെയിനായിട്ടുള്ള തീമായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ഭാഷ പക്ഷേ ഇത് തന്നെ അല്ലേ, ഈ ചുമർ ചിത്രരചന രീതി. ചുമർ ചിത്രരചന രീതി. അപ്പോൾ മാഹിക്കാരിയായ ടീച്ചർ സുലോൻ ടീച്ചർ എങ്ങനെ ഇവിടെ പിന്നെ വടകരയിലുള്ള റെയിൽവേ സ്റ്റേഷൻ? ഞാൻ വടകരയുടെ മരുമകളായി വന്നതിന് ശേഷം വടകര തർജിനി ലയൺസ് ക്ലബിൻ്റെ ഒരു മെമ്പറാവുന്നു. അപ്പോൾ അവരുടെ വർക്ക് അധികവും വടകര റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാവുമ്പോൾ അങ്ങനെയാണ് ഞാൻ വത്സൻ സാറിനെ പരിചയപ്പെടുന്നതും. വളരെ മരുമകളായി എന്ന് പറഞ്ഞത് ഇവിടെയാണോ? ഹസ്ബൻഡിൻ്റെ വീട്, ഹസ്ബൻഡിൻ്റെ വീട് ഇവിടെയാണ്. അപ്പം അങ്ങനെ എനർജറ്റിക് ആയിട്ടുള്ളൊരു തലവനെ വത്സൻ സാറിനെ കാണുകയും അങ്ങനെ എൻ്റെ ആഗ്രഹം പറയുകയും, അപ്പം ഹസ്ബൻഡിൻ്റെ മരുമകനാണ് എന്നെ മെഡിമിക്സുമായിട്ട് ബന്ധിപ്പിച്ചിരുന്നത്. അങ്ങനെ മെഡിമിക്സിൻ്റെ സ്പോൺസർഷിപ്പ് കിട്ടിയത് കൊണ്ടാണ് സുലോചനയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞത്. അപ്പം ഇത് ഞാൻ ഒരുപാട് പേരുടെ ഉപദേശങ്ങൾ തേടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് അറിയാത്തൊരു കാര്യമാണല്ലോ വടക്കൻ പാട്ടുകളുടെ. അന്ന് അങ്ങനെ TKD മുഴപ്പിലങ്ങാട് സാറിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ ഞാൻ എടുത്ത ഒരു ഏറ്റവും വലിയ എന്താ പറയുക സ്വാധീനം ചെലുത്തിയ കഥാപാത്രമാണ്. അതെ, അതെന്ന് പറഞ്ഞാൽ അധസ്ഥിത വർഗത്തിൽപ്പെട്ട ഒരു കുട്ടി എന്നുള്ള നിലയിൽ താഴ്ന്ന ഒരിതിൽ ഇപ്പം നമ്മൾ അത്തരത്തിലുള്ള കളറല്ലേ ഉപയോഗിക്കുക. ഇത് മേലാളന്മാരുടെ ഒരു ഇതാണല്ലോ. അപ്പം അവളുടെ ചാരിത്രത്തെ അല്ലെ കന്യാത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരിതും അതിനെ എതിർത്തപ്പോൾ ആ കുട്ടിയെ തീക്കൊളുത്തി കൊല്ലുന്നതും പിന്നെ സ്വയമേവ അത് ദേവിയായി മാറുന്നതും ഈ മുഖ്യസ്ഥൻ്റെ അല്ലെ നാട്ടുപ്രമാണിയുടെ, അതെ, നാട്ടുപ്രമാണിയുടെ വീട് സ്വയം അഗ്നിക്ക് എരയാവുന്ന ഒരു കാഴ്ച. ഇത് ഒരു സ്റ്റോറി, അതിൻ്റെ പല ഭാവങ്ങൾ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇതുപോലെ ഈ TV ഫാനൊക്കെ വരുന്ന സ്ഥലത്ത് നമ്മൾ സ്റ്റോറി പിന്നെ ഉൾപ്പെടുത്തുന്നില്ല, അതിനെ ഒഴിവാക്കുക. അതുകൊണ്ടാണ് അതിന് നമ്മളെ ചില സിമ്പിൾസ് മാത്രം വെച്ചുകൊണ്ട് അവിടെ തുടങ്ങിയിട്ട് ഇങ്ങോട്ട് വരിക സ്റ്റോറി. ഈ ഒരു കഥ പൂമാദേവി പൊന്നമ്മയുടെ സ്റ്റോറി ഈ വാളിൽ അവിടം വരെ, അതായത് ആ നാട്ടുപ്രമാണിയുടെ ഇല്ലം അഗ്നിക്ക് അത് തനിയെ അഗ്നിക്ക് ഇരയാവുകയാണ്. അപ്പോൾ അങ്ങനെ പൂമാദേവി പൊന്നമ്മ ഒരു ദൈവിക പരിവേഷം പൂമാദേവി പൊന്നമ്മയ്ക്ക് വരികയാണ്. നമ്മൾ പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഉണ്ണിയാർച്ചേനെ വിട്ടിട്ടുള്ള ഒരു വടക്കൻ പാട്ടില്ലല്ലോ. അപ്പോൾ ഉണ്ണിയാർച്ചയുടെ ആ നാദാപുരം യാത്രയും അവിടുന്ന് ജോനന്മാരുടെ പരിഹാസങ്ങളും അതിന് പ്രതികരിക്കുന്ന ഒരു സ്ത്രീ കഥാപാത്രം. രൂപമെല്ലാം എങ്ങനെയാ നിങ്ങൾ അസ്യൂം ചെയ്ത്? അല്ല, ജോനകന്മാർ എന്ന് പറയുമ്പോൾ പഴയ അതെ അന്നത്തെ ആ രീതിയിൽ തന്നെ നമുക്ക് റെഫറൻസ് സജീവൻ മൊകേരിയുടെ വടക്കൻ പാട്ടുകളുടെ പുസ്തകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ കലാകാരന്മാരുടെ ടീമുണ്ടല്ലോ, അതിൽ പിന്നെ വികാസ് കോവൂരുണ്ട്, രഞ്ജിത്ത് അരയിൽ, അതുപോലുള്ള ഞങ്ങളെല്ലാവരും ചേർന്ന് പല രീതിയിൽ അന്വേഷണങ്ങൾ നടത്തുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ടീച്ചറെ ടീച്ചറെ ശ്രീകുട്ടിയല്ലാതെ മകളല്ലാതെ മറ്റെത്ര ചിത്രകാരന്മാർ ഈ അമൃത് പദ്ധതിയിൽ? ഞങ്ങൾക്ക് ഒരു ടീമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം 15 പേരെയായിരുന്നു ഉൾക്കൊള്ളിച്ചിരുന്നത്. പിന്നെ അത് ഇപ്പോൾ 20-25 പേരോളം ഞങ്ങളായി. ഇപ്പം ഇതിൽ പ്രമുഖരായ ആർട്ടിസ്റ്റുമാരുണ്ട് ഞങ്ങളുടെ ടീമിൽ. പിന്നെ എൻ്റെ സ്റ്റുഡൻസും ആശ്രയ അതെ, ഒന്ന് പിന്നെ വികാസ് കോവൂർ കോഴിക്കോടാണ്, രഞ്ജിത്ത് അരയിൽ കാഞ്ഞങ്ങാടാണ്, പിന്നെ അതുപോലെ വടകരക്കാരായ സനലുണ്ട്, ഷിബു ഉണ്ട്, വിജീഷ് ഉണ്ട്. അങ്ങനെ ഒരു കൂട്ട കലാകാരന്മാരുണ്ട്. അല്ല സ്ത്രീകൾ മാത്രമല്ല, കലാകാരന്മാരുടെ ഒരു സ്റ്റുഡൻസ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടത് എൻ്റെ സ്റ്റുഡൻസാണ്. അവർ പിന്നെ ഏകദേശം 1-1.5 വർഷമായിട്ട്, പിന്നെ ചില ആൾ കുറച്ചും കൂടെ കൂടുതൽ വർഷമായിട്ട് ആശ്രയയുടെ കലാഗേഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒരു പിന്നെ ഓർമ്മയാണ്, ഒരു അവസരമാണ്. അതുകൊണ്ടാണ് പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവരെയും കൂടെ ഞാൻ ഉൾപ്പെടുത്തിയത്. കാരണം സാധാരണക്കാരായിട്ടുള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അവർക്ക് ഇത്തരത്തിലൊരു വലിയ ക്യാൻവാസ് കിട്ടുക എന്ന് പറഞ്ഞാൽ അതൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോൾ ആരെയും ഒതുക്കി നിർത്തണ്ട, ഉള്ളവർക്ക് അവസരം കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടേതായ
അവിടെ കാണുന്ന അത് പാലാട്ട് ഗവൺമെന്റ് ചിത്രമാണ്. അപ്പം ഒരു സ്ത്രീയുടെ മുടിയിൽ കൂടെ ഒളിഞ്ഞ് അവരെ കടത്തുന്ന, അപ്പൊ അതിലെന്ന് വെച്ചാൽ അന്നത്തെ കാലത്തെ സ്ത്രീകളുടെ മുടിയും കൂടെ ഒരു വിഷയമാണ്. ഇന്നത്തെ പോലെ കൊഴിച്ചലോ അങ്ങനെയൊന്നും ഇല്ലാത്ത അതെ അതെ അത് ഒളിക്കാൻ മാത്രമുള്ള തരത്തില്. അപ്പൊ അങ്ങനെ ഒരു കഥാപാത്രം ഉള്ളതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, അതും കൂടെ. ആനപ്പുറത്ത് വന്ന മനുഷ്യനാ ഇപ്പം മുടിയിൽ ഒളിച്ചാണ് രക്ഷപ്പെടുന്നത് എന്നുള്ളതാണ്. ചിത്രകാരി എന്നുള്ള നിലയിൽ 4 പേര് അറിയുകയും അതിലൂടെ അവരുടെ ഉപജീവന മാർഗമായിട്ട് അവർക്ക് മാറ്റി കൊണ്ടുപോകാമല്ലോ. അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടികളെയും കൂടെ കൂട്ടി. കാരണം ഈ ഇപ്പം വികാസ് കോവൂരെല്ലാം ആണെങ്കിൽ ചിത്രകലയിൽ എന്നെക്കാളും സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ് വികാസ് കോവൂര്. അപ്പം അങ്ങനെ വരുമ്പോൾ എൻ്റെ കുട്ടികൾക്കും എനിക്കും തന്നെ അവരിൽ നിന്നും പഠിക്കാനുണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ഗുരുമുഖത്തുനിന്ന് പഠിച്ചതിനേക്കാളും അതിന് പ്രാക്ടീസിൽ കൂടിയാണല്ലോ നമുക്ക് പരിശീലനം. അതെ തീർച്ചയായിട്ടും.